വിവരങ്ങൾ നൽകാനായുണ്ട്. ചികിത്സാ പിഴവിൽ ഇപ്പോ ആർഡിഒയെ തടഞ്ഞ് അവിടെ കോൺഗ്രസിന്റെ പ്രതിഷേധവും നടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സവാദ, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഇതിലിപ്പോ പണം കൊടുത്തു എന്നൊരു ആരോപണം കൂടി കുടുംബം പറയുന്നു. ആർക്ക് പണം കൊടുത്തു എന്നാണ് കുഞ്ഞിന്റെ അച്ഛൻ പറയുന്നത്? എത്ര രൂപ കൊടുത്തു എന്നാണ് പറയുന്നത്? എന്താണ് അതിന്റെ സാഹചര്യം എന്നൊക്കെയാണ് അവർ വിശദീകരിക്കുന്നത്. റാഷിദ്, ഇപ്പോഴും നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ വലിയ പ്രതിഷേധം അരങ്ങേറുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ പ്രതിഷേധത്തിൽ നിന്നൊക്കെ മാറി നിന്നിരുന്ന ഡിവൈഎഫ്ഐ കൂടി ഈ ഡോക്ടറെ സസ്പെൻഡ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അല്പസമയം മുമ്പ് ഇവിടെ എത്തുകയുണ്ടായി. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സൂപ്രണ്ടിന്റെ ഓഫീസിന് മുമ്പിൽ നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണാം. സൂപ്രണ്ടിന്റെ ഓഫീസിന് മുമ്പിൽ തടിച്ചുകൂടിയിരിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ. അതിന് പിറകിൽ BJP പ്രവർത്തകരും ഇവിടെ വലിയ പ്രതിഷേധവുമായി ഉണ്ട്. അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പ് നിയോഗിച്ച ഡോക്ടർമാരുടെ പ്രത്യേക സംഘം, മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. അവരിവിടെ പരിശോധന നടത്തുകയാണ്. അവർ ഇന്ന് തന്നെ ആരോഗ്യ വകുപ്പിന് റിപ്പോർട്ട് നൽകും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇവരുടെ ഈ ഡോക്ടർക്കെതിരെയുള്ള തുടർ നടപടി എന്നാണ് പറയുന്നത്. ഏതായാലും ആ നിലയ്ക്കുള്ള അന്വേഷണവും പ്രതിഷേധവും ഇവിടെ തുടരുന്നതിനിടയിലാണ് ഈ കുഞ്ഞിന്റെ അച്ഛൻ വളരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അതായത് നേരത്തെ നമുക്കറിയാം, സർക്കാർ ഓഫീസുകളിൽ, സർക്കാർ ആശുപത്രികളിൽ മികച്ച ചികിത്സ ലഭിക്കുന്നതിന് കൈപ്പണി നൽകേണ്ട ഒരു സാഹചര്യം പല സാധാരണക്കാർക്കും ഉണ്ട് എന്നുള്ളത് നമുക്കറിയുന്നതാണ്. ഇവിടെയും അതിൽ മാറ്റമില്ല. ഇവിടെ 5000 രൂപ വീതം 2 തവണ ഈ ഡോക്ടർക്ക് ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് നൽകിയെന്നാണ് ഈ അച്ഛൻ പറയുന്നത്. ഡോക്ടറുടെ മുറിയിൽ പോയി നേരിട്ടാണ് കൊടുത്തത്. അതായത് നല്ല ചികിത്സ, നല്ല രീതിയിലുള്ള പരിചരണം കിട്ടണമെങ്കിൽ അത് ഈ ഡോക്ടർമാർക്ക് ഇത്തരത്തിലുള്ള കിമ്പളം നൽകേണ്ട ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നു. അതൊരു കീഴ്വഴക്കമാണ്. ആ കീഴ്വഴക്കം പാലിച്ചുകൊണ്ട് 2 തവണ 5000 രൂപ വീതം ഈ ഡോക്ടർക്ക് നൽകി. ഇതിൽ എടുത്തു പറയേണ്ടത് റാഷിദ്, ഇവരൊരു ആദിവാസി കുടുംബമാണ്. വളരെ സാധാരണക്കാരാണ്, പാവപ്പെട്ടവരാണ്. അവർക്ക് ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയി ചികിത്സ തേടാനുള്ള സാമ്പത്തിക നിലയില്ല. അതുകൊണ്ടാണ് ഇതുപോലുള്ള താലൂക്ക് ആശുപത്രികളിൽ, സർക്കാർ ആശുപത്രികളിൽ അവർ വരുന്നത്. അവരിൽ നിന്നാണ് ഡോക്ടർ ഇത്തരത്തിൽ പണം പിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള കാര്യം. അങ്ങനെ നല്ല ചികിത്സ കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഇല്ലാത്ത പണം ഉണ്ടാക്കി 10000 കൊടുത്തിട്ടും സ്വന്തം കുഞ്ഞിന് ജീവനോടെ നൽകാൻ ആ ഡോക്ടർക്ക് കഴിഞ്ഞില്ല എന്ന സങ്കടത്തിലാണ് അല്പസമയം മുമ്പ് അച്ഛൻ നമ്മോട് സംസാരിച്ചത്. ഏതായാലും അതിനൊക്കെ വളരെ ഗുരുതരമാണ്. ചികിത്സാ വീഴ്ചക്കപ്പുറത്ത് രോഗികളിൽ നിന്ന് കൈക്കൂലി വാങ്ങി എന്നുള്ള ഗുരുതരമായ ആരോപണം കൂടി ഡോക്ടർ ബിന്ദു സുന്ദറിനെതിരെ ഉയരുകയാണ്. അപ്പോഴും നടപടിയെടുക്കാൻ മടിച്ചു നിൽക്കുകയാണ് ആരോഗ്യവകുപ്പ്. നിലവിൽ ഈ രാവിലെ പറഞ്ഞു അവരെ നിർബന്ധിത അവധിയിലേക്ക് പറഞ്ഞു വിട്ടിട്ടുള്ളത്. ഉച്ചയോടുകൂടി പ്രതിഷേധം ശക്തമായപ്പോൾ അവരെ സ്ഥലം മാറ്റിയുള്ള ഒരു ഉത്തരവിറങ്ങി. പക്ഷെ അതുകൊണ്ടൊന്നും ഈ പ്രശ്നം തീരില്ല. നടപടിയെടുക്കണം. മിനിമം സസ്പെൻഷനെങ്കിലും എടുത്താൽ മാത്രമേ കുഞ്ഞിന്റെ മൃതദേഹം ഏറ്റുവാങ്ങുകയുള്ളൂ എന്നുള്ള നിലപാടിലാണ് കുടുംബം നിൽക്കുന്നത്. ഇപ്പോഴും ആ മോർച്ചറിയിൽ മരവിച്ചിരിക്കുകയാണ്. 1 ദിവസം മാത്രം പ്രായമുള്ള ആ കുഞ്ഞിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പോലീസിന് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. പോസ്റ്റ്മോർട്ടത്തിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഈ ഡോക്ടർക്കെതിരെ നടപടി എടുത്തില്ലെങ്കിൽ കുഞ്ഞിന്റെ മൃതദേഹം വാങ്ങില്ല. കാരണം അവർക്കറിയാം, ഇപ്പോൾ കുഞ്ഞിന്റെ മൃതദേഹവുമായി പോയി സംസ്കരിച്ചാൽ പിന്നെ എല്ലാവരും പൊടിതട്ടി പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം 2 മാസം മുമ്പ് സമാനമായ ഒരു പരാതി വന്നപ്പോൾ അന്ന് വലിയ അന്വേഷണം പ്രഖ്യാപിച്ചതാണ്. 2 മാസമായിട്ട് അന്വേഷണം എവിടെ എത്തിയില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ കുഞ്ഞിന്റെ മരണം ഇന്നലെ സംഭവിക്കുന്നത്. അപ്പോൾ അതേ നിലപാട് ആരോഗ്യവകുപ്പ് സ്വീകരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഈ കുഞ്ഞിനെ വെച്ചൊരു ബ്ലാക്ക് മെയിൽ അല്ലെങ്കിൽ ഒരു ബാർഗെയിനിങ്ങിന് ഈ കുടുംബം പോലും ശ്രമിക്കുന്നത്. കാരണം അവർക്ക് എന്തെങ്കിലും ഒരു നീതി ലഭിക്കണമെങ്കിൽ ഇത് ഈ സമയത്ത് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു കടുംകൈയിലേക്ക് അവർ പോകുന്നത്. അവർക്ക് പിന്തുണയുമായി രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ, ഇപ്പോൾ ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഇവിടെ എത്തിയെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 പ്രധാന വശങ്ങളാണ്. ഒന്ന്, ഈ ചികിത്സാ പിഴവ് ആരോപണം. അതിനോടൊപ്പം തന്നെ ഈ നിർധന കുടുംബത്തിൽ നിന്ന് 10000 രൂപ കൈക്കൂലി ഈ ഡോക്ടർ വാങ്ങിച്ചു എന്നുള്ളത്. 2 തവണയായി 10000 രൂപ നൽകി എന്നുള്ളതാണ്. ഡോക്ടറുടെ മുറിയിൽ പോയി നൽകി എന്നുള്ളതാണ് ആ കുടുംബം ആരോപിക്കുന്നത്. സവാദ, ഒരൊറ്റ കാര്യം കൂടി, അവിടെ ഇപ്പോൾ 3 പേരടങ്ങുന്ന മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം പരിശോധനയ്ക്ക് എത്തിയിട്ടുണ്ടല്ലോ. അവർക്ക് മുമ്പിലേക്ക് ഈ പണം വാങ്ങി എന്നുള്ള ആരോപണം കൂടി സ്വാഭാവികമായി എത്തുമെന്നാണ് വിചാരിക്കുന്നത്. എന്തൊക്കെ തരത്തിലുള്ള പരിശോധന അവർ നടത്തും? ഈ പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ടൊക്കെ ആരോപണ വിധേയരായ ആളുകൾ എന്തെങ്കിലും വിശദീകരണത്തിന് നിലവിൽ തയ്യാറായിട്ടുണ്ടോ? പക്ഷെ നിലവിൽ യാതൊരു തരത്തിലുള്ള വിശദീകരണവും ആ വിഷയത്തിൽ നൽകിയിട്ടില്ല. ഡോക്ടർമാർ ഇവിടെ ചികിത്സാപരമായ വീഴ്ച എന്താ സംഭവിച്ചു എന്ന് അന്വേഷിക്കാനാണ് ഈ 3 അനസ്തേഷ്യ വിഭാഗത്തിൽ നിന്നും, ഗൈനക്കോളജി വിഭാഗത്തിൽ നിന്നും, ഒപ്പം തന്നെ പീഡിയാട്രിക് വിഭാഗത്തിൽ നിന്നും 3 പ്രധാനപ്പെട്ട ഡോക്ടർമാർ ഇവിടെ എത്തിയിട്ടുള്ളത്.
ഒരുപക്ഷെ അവരുടെ ഒരു പരിഗണനാ വിഷയം അല്ലെങ്കിൽ ഒരു അധികാര പരിധിയിൽ വരുന്ന ആരോപണമല്ല ഈ കൈക്കൂലി എന്ന് പറയുന്നത്. അതിൽ നടപടി എടുക്കേണ്ടത്, അന്വേഷണം നടക്കേണ്ടത് പോലീസും വിജിലൻസും ഒക്കെയുള്ള ഒരു ഏജൻസികളായിരിക്കും. ഏതായാലും അത് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. അത് ആ നിലയ്ക്ക് തന്നെ കൈകാര്യം ചെയ്യേണ്ടതാണ്. അത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇവിടെ ഈ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വരുന്ന സാധാരണക്കാർക്ക് എല്ലാം ഇതുപോലെ കൈക്കൂലി കൊടുക്കേണ്ടി വരുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് ഒരാളിപ്പോൾ തുറന്നു പറയുന്നു. ഇപ്പൊ രാവിലെ തന്നെ നമുക്ക് ഈ വിവരം ലഭിച്ചിരുന്നു. രാവിലെ അവർ തുറന്നു പറയാൻ തയ്യാറായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഉച്ചയോടുകൂടിയാണ് അത് തുറന്നു പറയാൻ തയ്യാറായിട്ടുള്ളത്. ഏതായാലും ഡോക്ടർമാരുടെ സംഘം എന്ത് ചികിത്സയാണ് യുവതിക്ക് നൽകിയത്, യുവതിയുടെ മെഡിക്കൽ റെക്കോർഡ്സ് അവർ പരിശോധിക്കും. ഇന്നലെ രാവിലെ മുതൽ ഉണ്ടായിരുന്ന സംഭവങ്ങൾ, ഈ പെയിൻ വന്നു, അതിനുശേഷം ഈ ലേബർ റൂമിലേക്ക് കൊണ്ടുപോകാൻ ലേറ്റായോ, ഓപ്പറേഷൻ റൂമിലേക്ക് കൊണ്ടുപോകാൻ ലേറ്റായോ, ഓപ്പറേഷൻ നടത്തുന്നതിൽ വീഴ്ചയുണ്ടായോ, കൃത്യമായ പരിശോധന, ആരോഗ്യ പരിശോധന നടത്തി കുഞ്ഞിന്റെയും അമ്മയുടെയും ആരോഗ്യം പരിശോധിക്കുക. അത് കുഞ്ഞ് ഈ അമ്മ സ്വാഭാവികമായി പ്രസവിക്കും എന്ന് എന്ത് ഉറപ്പിന് മേലാണ് ഈ ഡോക്ടർ അങ്ങനെ ഒരു അവസാന നിമിഷം വരെ കാത്തിരുന്നത് എന്ന അടിസ്ഥാനത്തിലാണ് തുടങ്ങിയ ചികിത്സാപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ സംഘം പരിശോധിക്കുന്നത്. സ്വാഭാവികമായി എങ്ങനെയൊക്കെയാണ് നടപടികൾ ഇനി ഉണ്ടാവുക എന്നുള്ളതാണ് സവാദ് വിശദീകരിച്ചത്. രണ്ട് തരത്തിലുള്ള വിഷയം, ഒന്ന് ചികിത്സാ പിഴവ്, മറ്റൊന്ന് കൈക്കൂലി. അപ്പോൾ ആ രണ്ട് ഭാഗങ്ങളും അതത് അന്വേഷണ വിഭാഗങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ ചികിത്സാ പിഴവിന്റെ കാര്യമാണ് ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം പരിശോധിക്കുക. വിവിധ സംഘടനകളുടെ യോജന, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രതിഷേധമാണ് നടത്തിയാണ് ഈ കോൺഗ്രസിന്റെ പ്രതിഷേധമാണ്. ഡിവൈഎഫ്ഐ പോലും പ്രതിഷേധവുമായി ഇറങ്ങുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചികിത്സാ പിഴവിനെ ആദ്യമേ തടഞ്ഞുകൊണ്ടാണ് കോൺഗ്രസിന്റെ പ്രതിഷേധം. ഒരു നിർധന കുടുംബം, ആദിവാസി കുടുംബം, അവരുടെ നിന്നാണ് നെടുമങ്ങാട് ഈ പ്രസവ ശസ്ത്രക്രിയക്കിടെ അവരുടെ കുഞ്ഞാണ് മരിക്കുന്നത്. അപ്പോൾ ആ വിഷയത്തിലാണ് ചികിത്സാ പിഴവിനൊപ്പം കൈക്കൂലി എന്ന ഗുരുതര ആരോപണവും കൂടി ഉയരുന്നത് എന്നുള്ളതാണ്. മറ്റ് വാർത്തകളിലേക്ക് പോകുമ്പോൾ